തിരുവനന്തപുരം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആശാൻ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. നെടുമങ്ങാട് വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരനും കവിയുമായ അസ്ലീം ടാന്നിമൂട് ഉദ്ഘാടനം ചെയ്തു. നാടകാചാര്യൻ തോപ്പിൽ ബാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ സംസ്ഥാനതല നാടക ശില്പശാല സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 19, 20 തീയതികളിൽ ആലപ്പുഴ തോപ്പിൽ ബാസി നഗറിൽ നടക്കുന്ന ശില്പശാല ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അന്തിക്കാട് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എ. ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ്. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലായിൽ 22-ന് ആരംഭിക്കുന്ന അസംബ്ലി 25-ന് സമാപിക്കുമെന്ന് അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ അറിയിച്ചു. ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ പരിഗണിക്കും. തൃശൂർ വടക്കാഞ്ചേരിയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ ഭാഗമായി സന്ദേശവാഹന വിളംബര ജാഥ നടത്തി. SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രതിനിധി P.A. കുമാരൻ ഗുരുദേവന് പൂമാല ചാർത്തി. വയനാടിനായി ഒന്നിച്ചോടി തൃശൂർ എഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ കൂട്ടായ്മ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മിനി മാരത്തോൺ റൺ ഫോർ വയനാട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂരിലെ ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് കൂട്ടായ്മ സ്വരൂപിച്ച 75,720 രൂപ കളക്ടർക്ക് കൈമാറി. തൃശൂർ കേരള സഹകരണ വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ സഹകരണ നിയമ ചട്ട ഭേദഗതികളെക്കുറിച്ച് പഠന ക്ലാസ് നടത്തി. സഹകരണ വേദി സംസ്ഥാന പ്രസിഡന്റ് KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച കാർ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. വയനാട് ബവലി മഖാമിന് സമീപത്തുള്ള പാലത്തിലാണ് അപകടം. കർണാടക സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചിക്കമംഗളൂരു സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകി BJP ജില്ലാ കമ്മിറ്റി. വിതരണം ചെയ്തത് അരിയും പലചരക്ക് ഉൽപ്പന്നങ്ങളും വസ്ത്രവും അടങ്ങുന്ന കിറ്റ്. വിതരണത്തിന് നേതൃത്വം നൽകിയത് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ.